നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ പറയുന്ന വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് മഹാഭാഗ്യമാണ്. ഒരിക്കലും തുറക്കില്ല എന്ന് കരുതിയ പല കതകുകളും നിങ്ങളുടെ ജീവിതത്തിന് മുന്നിലേക്ക് തുറന്നു വരുവാനായിട്ട് പോവുകയാണ്. വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഉയർച്ച, നേട്ടം, അതുപോലെ തന്നെ വിജയം എന്നിവയൊക്കെ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. പണം, വസ്തു, സ്ഥാനമാനങ്ങൾ ഇവയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കടന്നു വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുവാനായിട്ട് പോവുകയാണ്. അപ്രകാരം കുറച്ച് ജന്മനക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഈ യോഗമുള്ള കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ കൊണ്ടു നടന്ന് ജീവിച്ച് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഈ നക്ഷത്രക്കാർ സഹിച്ചതുപോലെ ദാരിദ്ര്യമോ വിഷമതകളോ കഷ്ടനഷ്ടങ്ങളോ ഒന്നും തന്നെ മറ്റാരുടെ ജീവിതത്തിലും കടന്നു പോയിട്ടില്ല. അത്തരം ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ നക്ഷത്ര ജാതകരാണിവർ. എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു സമൃദ്ധി, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷകാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളാണ് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. വളരെയധികം കഠിനാധ്വാനികളായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയാനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ എന്തൊക്കെ പ്രയാസങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതൊക്കെ മാറി നല്ല സമയം കടന്നു വരിക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ കാർത്തികയാണ്. സൂര്യൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ രാജയോഗം കടന്നു വരുവാനും വളരെയധികം സ്ഥാനമാനങ്ങൾ, പദവി, അംഗീകാരങ്ങൾ ഇവയൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതകർ വൻ ഉയർച്ചയിലെത്തുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ദൈവീക അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ വെല്ലുവിളികളോ ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ മാറി ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ കടന്നു വരും. ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. ശനിയുടെ നക്ഷത്രമാണ് പൂയം. അതുകൊണ്ട് തന്നെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒട്ടും തന്നെ താമസമില്ല. അതുപോലെ തന്നെ അടുത്ത നക്ഷത്ര ജാതകരെന്ന ഉത്രമാണ്. ഉത്രം എന്നത് ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളുടെ നക്ഷത്രമാണ്. എന്ത് തരം പ്രയാസങ്ങളും കഠിനാവസ്ഥകളും കടന്നു വരുമ്പോഴും തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരത്ഭുതം എന്നോണം വിജയിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. പണവും അംഗീകാരവും സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഉയർച്ച കടന്നു വരും. അതുപോലെ തന്നെ ഇവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാതര പ്രശ്നങ്ങളും മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ശത്രുദോഷം മാറിക്കിട്ടും. ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട്, ദുഷ്ടശക്തികളുടെ ഇടപെടലുകളുണ്ട്. അതൊക്കെ മാറി വലിയൊരു ആശ്വാസം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് സകലവിധ തടസ്സങ്ങളും മാറി പ്രതിസന്ധികൾ മാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.